വൈവിധ്യമാർന്ന സസ്യജീവജാല വർഗ്ഗങ്ങളാൽ പ്രകൃതി നമ്മെ എന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ജീവിവർഗവും അവയുടെ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വളരെ വ്യത്യസ്തമായ മാർഗങ്ങളും തന്ത്രങ്ങളും കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടാതിരിക്കാൻ കഴിയില്ല. അതിലേറ്റവും അതിശയകരമായ ഒരു വർഗ്ഗമാണ് കാർണിവോറസ് പ്ലാന്റ്സ്, അതായത് മാംസഭോജികളായ സസ്യങ്ങൾ. മറ്റ് സസ്യജാല വർഗ്ഗങ്ങളെല്ലാം മണ്ണിൽ നിന്നും പോഷണം കണ്ടെത്തുമ്പോൾ ഇവ മറ്റ് ജീവികളെ പിടികൂടി ആഹാരമാക്കുകയാണ് ചെയ്യുന്നത്. മൃഗങ്ങളെ പോലെ ഓടാനും ചാടാനും ഒന്നും കഴിവില്ലാത്തതിനാൽ ഈ സസ്യങ്ങൾ വിചിത്രമായ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വളരെ വിദഗ്ധമായിട്ടാണ് വേട്ടയാടുന്നത്. കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരേ ഒരു സസ്യം വീനസ് ഫ്ലൈട്രാപ്പ് മാത്രമായിരിക്കാം. എന്നാൽ അത് മാംസഭോജികളായ സസ്യവർഗ്ഗങ്ങളിൽ വെറും ഒരെണ്ണം മാത്രമാണ്. ഇതുപോലെ വേറെയും ധാരാളം സസ്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നും എന്താണ് അവയുടെ പ്രത്യേകതകളെന്നും ഇവ ഇര പിടിക്കുന്ന വ്യത്യസ്തമായ രീതികൾ എന്താണെന്നും നമുക്ക് നോക്കാം. അന്റാർട്ടിക്കയിലും പിന്നെ ചില ദ്വീപുകളിലും ഒഴികെ ലോകത്തിൽ എല്ലായിടത്തും കാർണിവോറസ് പ്ലാന്റ്സിനെ കാണാം. 750-ൽ കൂടുതൽ കാർണിവോറസ് സസ്യവർഗ്ഗങ്ങളെ ഇന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ വർഷവും ഒന്നിലധികം വർഗ്ഗങ്ങളെ പുതുതായിട്ട് കണ്ടുപിടിക്കുന്നുമുണ്ട്. നിലവിൽ നമ്മൾ മനസ്സിലാക്കിയത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 8.5 കോടി വർഷങ്ങൾക്ക് മുൻപാണ് മാംസഭോജികളായ സസ്യങ്ങൾ ഭൂമിയിൽ ആദ്യമായിട്ടുണ്ടാകാൻ തുടങ്ങിയത്. ആഹാരത്തിനു വേണ്ടിയിട്ടെന്നതിലുപരി ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടാണ് ഇവ ഇര പിടിക്കുന്നത്. ഇവയുടെ പ്രധാന ഊർജ്ജ സ്രോതസ് ശരിക്കും മറ്റ് സസ്യവർഗ്ഗങ്ങളെ പോലെ ഫോട്ടോസിന്തസിസ് തന്നെയാണ്. സസ്യജാലങ്ങൾക്കും ന്യൂട്രിയൻസ്, അതായത് പോഷണത്തിന്റെ ആവശ്യമുണ്ട്. സാധാരണ സസ്യജാല വർഗ്ഗങ്ങൾ അവയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് മണ്ണിൽ നിന്നും വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ മണ്ണിൽ ന്യൂട്രിയൻസിന്റെ അംശം തീരെ കുറവായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന സസ്യങ്ങൾ മിക്കവാറും അധികകാലം അതിജീവിക്കില്ല. അതിജീവിക്കണമെങ്കിൽ അവയ്ക്ക് മറ്റെന്തെങ്കിലും രീതിയിൽ ന്യൂട്രിയൻസ് കണ്ടെത്തേണ്ടതുണ്ട്. അതിനൊരുത്തമമായ സ്രോതസ്സാണ് പ്രാണികൾ പോലെയുള്ള ചെറിയ ജീവികൾ. കാരണം ഈ ജീവികളിലും ചെടികൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണ് ചില ചെടികൾ മണ്ണിൽ നിന്നും ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നതിന് പകരം അവയുടെ ഇലകളിലും പൂക്കളിലും വന്നിരിക്കുന്ന പ്രാണികളെ പിടിക്കാൻ തുടങ്ങിയത്. എന്നുവെച്ച് പെട്ടെന്നൊരു ദിവസം ചെടികൾ പ്രാണികളെ പിടിക്കാൻ തുടങ്ങിയെന്നല്ല. പല കോടി വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷമാണ് ഇവയുടെ ശരീരഘടനകൾ ഇര പിടിക്കുന്നതിന് വേണ്ട രീതിയിൽ പരിണമിച്ചത്. ഇതിൽ രസകരമായ കാര്യം എന്താണെന്നാൽ എല്ലാ കാർണിവോറസ് ചെടികളും പരിണമിച്ചത് ഒരേ പൂർവിക ചെടിയിൽ നിന്നുമല്ല. അതുപോലെ എല്ലാ കാർണിവോറസ് ചെടികളും ഒരേ സ്ഥലത്തിൽ നിന്നുമല്ല പരിണമിച്ചത്. പകരം സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തമായ സസ്യവർഗ്ഗങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരേ രീതിയിൽ, അതായത് കാർണിവോറസ് ആയി മാറിയതാണ്. ഇതിനെയാണ് കൺവെർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശദമായിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. കാർണിവോറസ് സസ്യങ്ങൾക്ക് ഇരപിടിക്കാൻ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളെ പ്രധാനമായും 5 രീതികളിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് പിറ്റ്ഫോൾ ട്രാപ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇത് വലിയൊരു കുഴിയിൽ തള്ളിയിടുന്ന രീതിയിലുള്ള കെണിയാണ്. പിച്ചർ പ്ലാന്റ്സ് എന്നാണ് പൊതുവെ ഇത്തരം സസ്യവർഗ്ഗങ്ങളെ പറയുന്നത്. കുടം പോലത്തെ ആകൃതിയിലുള്ള ഇവയുടെ ഇലകൾ കാരണമാണ് അങ്ങനെ പറയുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഏകദേശം 175 തരം പിച്ചർ പ്ലാന്റ്സ് ഉണ്ട്. വളരെ മനോഹരമായ നിറങ്ങളും ഒപ്പം മധുരമാർന്ന തേനും ഉപയോഗിച്ചാണ് പിച്ചർ പ്ലാന്റ്സ് പൊതുവെ ഇരകളെ ആകർഷിക്കുന്നത്. ഈ ഇലകളുടെ വക്ക് വളരെ സ്ലിപ്പറിയാണ്. അതുകൊണ്ട് തേൻ കുടിച്ചു വരുന്ന പ്രാണികൾ വക്കിലെത്തുമ്പോൾ വഴുതി നേരെ ഇലയുടെ കുഴിയിലേക്ക് വീഴും. ചില പിച്ചർ പ്ലാന്റ്സിന്റെ തേനിൽ ടോക്സിൻസ് അടങ്ങിയിട്ടുണ്ടാകും. അത് പ്രാണികളുടെ ബാലൻസിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ അതും പ്രാണികളെ ഉള്ളിൽ വീഴ്ത്താൻ സഹായിക്കും. ഉള്ളിൽ വീണുകഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. ഈ കുഴിയുടെ ചുമരു മുഴുവൻ വഴുക്കലുള്ള ദ്രാവകമുണ്ടായിരിക്കാം. അതുമാത്രമല്ല, ചിലപ്പോൾ ചുമരിൽ മുള്ളു പോലത്തെ ഘടനകളും ഉണ്ടായിരിക്കാം. അതിനു പുറമെ കുഴിയിൽ പകുതിയോളവും വെള്ളവും മറ്റ് ദ്രാവകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കാം. അതിനാൽ തന്നെ ഉള്ളിൽ നിന്നും പുറത്തു വരാൻ വളരെ പ്രയാസമാണ്. ഉള്ളിൽ വീഴുന്ന ഇരകൾ അധികം വൈകാതെ തന്നെ മുങ്ങി മരിക്കുകയോ അല്ലെങ്കിൽ ഊർജം മുഴുവൻ തീർന്ന് തളർന്നു മരിക്കുകയോ ചെയ്യും. ഉള്ളിൽ മറ്റ് ദ്രാവകങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഇരകളെ ദഹിപ്പിക്കാൻ ആവശ്യമായ രാസപദാർത്ഥങ്ങളായിരിക്കാം. അങ്ങനെ ഉള്ളിൽ വീഴുന്ന പ്രാണികൾ പതിയെ അലിഞ്ഞു പോകും. അതിൽ നിന്നും പുറത്തു വരുന്ന ന്യൂട്രിയൻസിനെ പിച്ചർ പ്ലാന്റ്സ് വലിച്ചെടുക്കുകയും ചെയ്യും. വേസ്റ്റ് വരുന്ന പദാർത്ഥങ്ങളെ പുറത്തുവിടാൻ ഇവയ്ക്ക് പ്രത്യേകിച്ചൊരു മാർഗമില്ല. അതുകൊണ്ട് വേസ്റ്റ് എല്ലാം ഉള്ളിൽ കുമിഞ്ഞു കൂടിക്കിടക്കും. ചില സമയങ്ങളിൽ മഴവെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നതിലൂടെ ഉള്ളിലുള്ള വേസ്റ്റ് പുറത്തു പോകും. പക്ഷെ അത് വളരെ അപൂർവമായി മാത്രമേ സംഭവിക്കാറുള്ളൂ. എന്നാൽ പൊതുവെ സംഭവിക്കുന്നത് എന്താണെന്നാൽ ഒരു പരിധി കഴിഞ്ഞ് വേസ്റ്റ് നിറയുമ്പോൾ പിന്നെ ഈ ഇല നശിച്ചു പോകും. ട്രോപ്പിക്കൽ മേഖലയിലുള്ള പിച്ചർ പ്ലാന്റ്സിനെ മങ്കി കപ്സ് എന്നും പറയാറുണ്ട്. കാരണം കുരങ്ങുകൾ ചിലപ്പോൾ ഈ പിച്ചേഴ്സിന്റെ ഉള്ളിലുള്ള ജലം കുടിക്കാറുണ്ട്.
നെപ്പന്തസ് രാജ എന്നൊരു സസ്യമാണ് ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പിച്ചർ പ്ലാന്റ്. ഇന്തോനേഷ്യൻ ദ്വീപായ ബോർണിയോയിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ പിച്ചറിന് 41 സെന്റിമീറ്ററോളം ഉയരവും 20 സെന്റിമീറ്ററോളം വീതിയും ഉണ്ടായിരിക്കും. ഇതിനുള്ളിൽ പ്രാണികളെ മാത്രമല്ല ചില സസ്തനികളും വീഴാറുണ്ട്. ഈ ഇലയ്ക്കുള്ളിൽ 3.5 ലിറ്ററോളം ജലം കൊള്ളാനുള്ള വ്യാപ്തിയുണ്ട്. പിച്ചർ പ്ലാന്റ്സിന് പുറമെ മറ്റ് ചില കാർണിവോറസ് സസ്യവർഗ്ഗങ്ങൾക്കും പിറ്റ്ഫോൾ ട്രാപ്സ് ഉണ്ട്. അവയ്ക്ക് കുടം പോലത്തെ ആകൃതി ഉണ്ടായിരിക്കില്ല. പകരം ഇവയുടെ മധ്യഭാഗത്തിൽ ഇലകൾ ചുറ്റി വരുന്നത് കാരണം വലിയൊരു കുഴിയുണ്ടായിരിക്കും. അതിനുള്ളിലാണ് ദഹനത്തിനുള്ള ദ്രാവകങ്ങൾ ഉള്ളത്. ഉദാഹരണത്തിന് ജംഗിൾ ലാൻഡേൺസ്. ബ്രസീലിലാണ് ഇവയെ പ്രധാനമായും കാണപ്പെടുന്നത്. ഇതിന്റെ ഇലകൾ UV ലൈറ്റ് പുറത്തുവിടും. അത് കണ്ട് ആകർഷിച്ച് ഇരകൾ അടുത്തെത്തും. അതിനു പുറമെ ഉള്ളിലുള്ള ദ്രാവകങ്ങളിൽ നിന്നും പ്രാണികൾക്കിഷ്ടമുള്ള മണവും പുറത്തുവരും. അതും ഇരകളെ ആകർഷിക്കാൻ സഹായിക്കും. ബാക്കിയുള്ള പ്രവർത്തനങ്ങളെല്ലാം പിച്ചർ പ്ലാന്റ്സിന്റെ പോലെ തന്നെ. കാർണിവോറസ് ചെടികൾ ഇരപിടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ മാർഗമാണ് ഫ്ലൈ പേപ്പർ ട്രാപ്സ്. ഇത് പശ ഉപയോഗിച്ച് ഇരകളെ പിടിക്കുന്ന കെണിയാണ്. ഇതിൽ പ്രധാനമായും 2 തരം സസ്യവർഗ്ഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ബട്ടർവേർഡ്സ്. ബട്ടർവേർഡ്സ് ഇനത്തിൽപ്പെടുന്ന ചെടികൾ പ്രത്യക്ഷത്തിൽ സാധാരണ ചെടികളെ പോലെയാണ്. എന്നാൽ കുഞ്ഞു പ്രാണികൾക്ക് ഇതൊരു മരണക്കെണിയാണ്. ഇവയുടെ ഇലകൾ 2 തരം ദ്രാവകങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഒന്ന് വളരെ കട്ടി കൂടിയ ശക്തമായ പശ പോലത്തെ ദ്രാവകമാണ്. ഇത് കാണുമ്പോൾ ജലത്തുള്ളിയോ തേനോ ആയിരിക്കുമെന്ന് കരുതി പ്രാണികൾ ഇലയിൽ വന്നിരിക്കും. എന്നാൽ വന്നിരിക്കുന്നത് പശയിലാണ്. അങ്ങനെ അത് ഇലയിൽ കുടുങ്ങിപ്പോകും. വലിയ പ്രാണികൾക്ക് ഇതൊരു പ്രശ്നമായിരിക്കില്ല. അവ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകും. എന്നാൽ കുഞ്ഞു പ്രാണികൾക്ക് രക്ഷയില്ല. പ്രാണികൾ കുടുങ്ങിയ ഉടനെ രണ്ടാമത്തെ തരം ദ്രാവകം ഇലകൾ പുറത്തുവിടും. അത് ഇരയെ ദഹിപ്പിക്കാനുള്ള രാസപദാർത്ഥമാണ്. അങ്ങനെ അത് ജീവനോടെ തന്നെ പ്രാണിയെ ദഹിപ്പിക്കുകയും അതിൽ നിന്നും വരുന്ന ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയും ചെയ്യും. ബട്ടർവേർഡ്സ് ഇനം എല്ലാം തന്നെ ചെറിയ ചെടികളാണ്. ഏറ്റവും വലിയ ബട്ടർവേർഡ്സ് ഇനമായ പിങ്ക്യൂക്യുല ജൈജാൻഡിയയ്ക്ക് പോലും വെറും 30 സെന്റിമീറ്റേഴ്സിന്റെ വീതി മാത്രമേയുള്ളൂ. ഇവയ്ക്ക് മീതെ വീഴുന്ന മറ്റ് ചെടികളുടെ ഇലകളെ പോലും ഇവ ആഹാരമാക്കുമെന്നതാണ് ബട്ടർവേർഡ്സിന്റെ മറ്റൊരു പ്രത്യേകത. ഫ്ലൈ പേപ്പർ കെണി ഉപയോഗിക്കുന്ന രണ്ടാമത്തെ തരം സസ്യവർഗ്ഗമാണ് സൺഡ്യൂസ്. ഇവ പ്രത്യക്ഷത്തിൽ കുറച്ച് വ്യത്യസ്തമാണ്. പല തരത്തിലുമുള്ള സൺഡ്യൂസ് ചെടികളുമുണ്ട്. ഭൂരിപക്ഷം ചെടികളുടെയും ഇലകൾ പരന്നതായിരിക്കും. ചിലതിന്റെ ഇലകൾ ട്യൂബ് പോലെ നീളമുള്ളതായിരിക്കും. ചിലതിന്റെ ഇലകൾക്ക് ഏകദേശം ഗോളാകൃതിയായിരിക്കും. പക്ഷെ എല്ലാ സൺഡ്യൂസിന്റെയും പൊതുവായ സവിശേഷത എന്നത് എല്ലാത്തിന്റെയും ഇലകളിൽ നിറയെ ടെന്റക്കിൾസ് അഥവാ സ്പർശനികൾ ഉണ്ടായിരിക്കും. ഈ ടെന്റക്കിൾസിന് പൊതുവെ ചുവപ്പ് നിറമാണ്. ഇതിനു മുന്നേ പറഞ്ഞ ബട്ടർവേർഡ്സിനെ പോലെ ഈ ടെന്റക്കിൾസും 2 തരം ദ്രാവകങ്ങൾ പുറത്തുവിടും. ഒന്നാമത്തേത് ഇരകളെ ആകർഷിക്കാനും പിടിക്കാനും വേണ്ടിയിട്ടുള്ള പശ പോലത്തെ ദ്രാവകമാണ്. ഇത് ജലത്തുള്ളി പോലെ അല്ലെങ്കിൽ പൂക്കളുടെ തേൻ തുള്ളി പോലെ ഇരിക്കുന്നത് കണ്ടിട്ടാണ് അതിനെ ആകർഷിച്ച് ഇരകൾ വരുന്നത്. അത് മാത്രമല്ല ഈ ദ്രാവകത്തിന് നല്ല സ്വാദുമുണ്ടായിരിക്കും. അങ്ങനെ ആസ്വദിച്ച് തേൻ കുടിക്കാൻ വരുന്ന പ്രാണികൾ ഇതിന്റെ പശയിൽ കുടുങ്ങിപ്പോകും. അപ്പോൾ രണ്ടാമത്തെ ദ്രാവകം, അതായത് ദഹിപ്പിക്കാനുള്ള ദ്രാവകം പുറത്തുവിടുകയും അങ്ങനെ ഇരയെ കൊന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയും ചെയ്യും. സൺഡ്യൂസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്നത് ഇര വന്നിരിക്കുമ്പോൾ ഇതിന്റെ ടെന്റക്കിൾസ് മുഴുവൻ ഇരയുടെ മേൽ മടക്കി വെക്കും. അപ്പോൾ ഇരകൾക്ക് രക്ഷപ്പെടാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ട്യൂബ് പോലെ നീളമുള്ള ഇലകളുള്ള സൺഡ്യൂസ് ആണെങ്കിൽ അവയുടെ ടെന്റക്കിൾസിനോടൊപ്പം ഇലയെ മൊത്തത്തിൽ മടക്കും. അപ്പോൾ പിന്നെ ഇരയ്ക്ക് ഒരു രീതിയിലും രക്ഷപ്പെടാൻ പറ്റില്ല. ഫ്ലൈ പേപ്പർ ട്രാപ്സ് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സസ്യങ്ങൾക്കും ഇര പിടിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സാധാരണ കാർണിവോറസ് പ്ലാന്റ്സിന് മണ്ണിൽ നിന്നും തന്നെ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ കഴിയും. ആ കഴിവ് തീരെ ദുർബലമാണെങ്കിലും അതിലൂടെ കുറച്ചെങ്കിലും ന്യൂട്രിയൻസ് ലഭിക്കും. എന്നാൽ ഫ്ലൈ പേപ്പർ ട്രാപ്സ് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സസ്യവർഗ്ഗങ്ങൾക്കും അതിനുള്ള കഴിവ് തീരെ ഉണ്ടായിരിക്കില്ല. ഇര പിടിക്കുന്ന ചെടികളുടെ മൂന്നാമത്തെ രീതിയാണ് സ്നാപ്പ് ട്രാപ്സ്. അതായത് ഇരകൾ അടുത്തു വരുമ്പോൾ പെട്ടെന്ന് കയറി പിടിക്കുന്ന കെണി. നിലവിൽ 2 വർഗം സസ്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രശസ്തമായ വീനസ് ഫ്ലൈ ട്രാപ്പ്. യഥാർത്ഥത്തിൽ വീനസ് ഫ്ലൈ ട്രാപ്പിനെ പ്രകൃതിയിൽ US-ലെ കരോലിനാസിൽ മാത്രമേ കാണാൻ കഴിയൂ. മറ്റ് കാർണിവോറസ് പ്ലാന്റ്സിനെ പോലെ മനോഹരമായ നിറവും പ്രാണികൾക്ക് ഇഷ്ടപ്പെടുന്ന മണവും മധുരമാർന്ന തേനും ഉപയോഗിച്ചാണ് വീനസ് ഫ്ലൈ ട്രാപ്പുകളും ഇരകളെ ആകർഷിക്കുന്നത്. ഇലകളുടെ ഉള്ളിൽ ചെറിയ രോമങ്ങൾ ഉണ്ടായിരിക്കും. ഇതാണ് ശരിക്കും ഇവയുടെ സെൻസേഴ്സ്. ഇലയിൽ ഇര വന്നിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ഈ രോമങ്ങളാണ്. ഇലയിൽ ഇരകൾ വന്നിരിക്കുന്നതും ഉടൻ തന്നെ ഇലയുടെ 2 ഇതളുകളും അടയും. ഇരയാണെങ്കിൽ ഉള്ളിൽ കുടുങ്ങി പോവുകയും ചെയ്യും. 300 മില്ലി സെക്കൻഡ്സ് നേരം കൊണ്ടാണ് ഇങ്ങനെ ഇല അടയുന്നത്. അതായത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന്റെ ഇരട്ടിയിൽ കൂടുതൽ സമയം. ഇലകളുടെ അറ്റത്ത് പരസ്പരം ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വിരലുകൾ പോലത്തെ നീളമുള്ള ഘടനകളുണ്ട്. അത് കാരണം ഇരകൾക്ക് ഉള്ളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല.
അടയുന്നതുവരെ ഇലകൾ മൗത്തായിട്ടും അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വയറായിട്ടുമാണ് പ്രവർത്തിക്കുന്നത്. എന്തെന്നാൽ അടഞ്ഞ ശേഷം ഇലകൾ ദഹനത്തിനുള്ള രാസപദാർത്ഥങ്ങൾ പുറത്തുവിടും. അങ്ങനെ ഉൾഭാഗം മുഴുവൻ ദ്രാവകങ്ങൾ കൊണ്ട് നിറയും. പിന്നെ പതിയെ പതിയെ ഇര ദഹിക്കാൻ തുടങ്ങും. പൂർണ്ണമായും ദഹിക്കാൻ പല ദിവസങ്ങളോളം സമയമെടുക്കും, ചിലപ്പോൾ ആഴ്ചകളും. അടയുന്നതൊരുപക്ഷെ അബദ്ധത്തിലാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് വീണ്ടും തുറക്കും. പേര് വീനസ് ഫ്ലൈട്രാപ്പ് എന്നാണെങ്കിലും ഇലകളുടെ ഉള്ളിൽ ഒതുങ്ങുന്ന എല്ലാം തന്നെ ഇവയുടെ ഇരകളാണ്. ഇല അടയ്ക്കുക എന്നത് വൻതോതിൽ ഊർജം ചിലവാകുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് അനാവശ്യമായിട്ട് അടയാതിരിക്കാൻ ഇലയിൽ നിരവധി രോമങ്ങളുള്ളത്. ഇലയിൽ വന്നിരിക്കുന്ന ഇരകൾ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒന്നിൽ കൂടുതൽ രോമങ്ങളെ തൊടുകയാണെങ്കിൽ മാത്രമേ ഇല അടയുകയുള്ളൂ. പ്രകൃതിയിൽ ഇത് കരോലിനാസിൽ മാത്രമേ ഉള്ളുവെങ്കിലും മാർക്കറ്റിൽ ഇത് സുലഭമായിട്ട് ലഭ്യമാണ്. സ്നാപ്ട്രാപ്പ് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ തരം സസ്യങ്ങളാണ് വാട്ടർ വീൽ പ്ലാന്റ്സ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ വെള്ളത്തിൽ വളരുന്ന സസ്യവർഗ്ഗങ്ങളാണ്. ഇവയുടെ പ്രവർത്തനങ്ങളെല്ലാം വീനസ് ഫ്ലൈട്രാപ്പിനെ പോലെ തന്നെ. പക്ഷേ വാട്ടർ വീൽസ് എല്ലാം വളരെ വളരെ ചെറിയ സസ്യങ്ങളാണ്. ഇവയുടെ ട്രാപ്പ് ഇലകൾക്ക് പരമാവധി 11 മില്ലിമീറ്റേഴ്സോളം വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. വെള്ളത്തിലുള്ള ചെറിയ സൂക്ഷ്മ ജീവികളെയാണ് ഇത് പിടിക്കുന്നത്. ഇതിന്റെ ഇലകൾ വെറും 20 മില്ലി സെക്കൻഡുകളുടെ വേഗത്തിലാണ് അടയുന്നത്. നമുക്കൊന്ന് കണ്ണടച്ച് തുറക്കാൻ പോലും ഏകദേശം 150 മില്ലി സെക്കൻഡ്സ് വേണം. കാർണിവോറസ് പ്ലാന്റ്സിന്റെ നാലാമത്തെ തരം കെണിയാണ് ബ്ലാഡർ ട്രാപ്സ്. അടുത്തു വരുന്ന ഇരകളെ ക്ഷിപ്രനേരം കൊണ്ട് വലിച്ചെടുത്ത് ഉള്ളിലാക്കുന്ന രീതിയാണ് ബ്ലാഡർ ട്രാപ്സ്. ബ്ലാഡർ വോട്ട്സ് എന്ന ഒരേ ഒരു വർഗം ചെടികൾ മാത്രമേ ഇത്തരം ട്രാപ്സ് ഉപയോഗിക്കുകയുള്ളൂ. ഇവയും ജലാശയത്തിൽ വളരുന്ന ചെടികളാണ്. 200-ലധികം വരുന്ന ബ്ലാഡർ വോട്ട് സസ്യവർഗ്ഗങ്ങളെ ലോകമെമ്പാടും കാണാൻ കഴിയും. ഇവയെല്ലാം നേരത്തെ പറഞ്ഞ വാട്ടർ വീൽസിനേക്കാൾ ചെറുതാണ്. ഇവയുടെ ട്രാപ്പ് ഇലകൾക്ക് 0.2 മില്ലിമീറ്റേഴ്സ് മുതൽ 10 മില്ലിമീറ്റേഴ്സ് വരെ മാത്രമേ വലിപ്പമുണ്ടായിരിക്കൂ. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായ ജീവികളെ മാത്രമേ ബ്ലാഡർ വോട്ട്സിന് പിടിക്കാൻ പറ്റൂ. പലവിധമായ വർണ്ണങ്ങളിലും ബ്ലാഡർ വോട്ട്സ് പുഷ്പിക്കാറുണ്ട്. വെള്ളത്തിലായിരിക്കുന്ന ഇവയുടെ ട്രാപ്പ് ഇലകളിൽ നിറയെ ബ്ലാഡേഴ്സ് ഉണ്ട്, അതായത് പൊള്ളയായ കുഞ്ഞു സഞ്ചികൾ. ഈ സഞ്ചികൾക്ക് പുറത്ത് ചെറിയ രോമങ്ങളും ഉണ്ടായിരിക്കും. അതാണ് ഇതിന്റെ സെൻസറുകൾ. അടുത്തു വരുന്ന ഇരകൾ ഈ രോമങ്ങളിൽ തട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലാഡർ തുറക്കപ്പെടും. അപ്പോൾ സമ്മർദ്ദം കാരണം ചുറ്റുമുള്ള ജലം വളരെ വേഗം ഉള്ളിലോട്ട് കയറും. അതിനോടൊപ്പം ഇരയും ഉള്ളിലോട്ട് പോകും. ഇത് സംഭവിക്കുന്നത് വെറും 10 മില്ലി സെക്കൻഡുകളുടെ നേരം കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ചെടി എന്ന സ്ഥാനം ഇന്ന് ബ്ലാഡർ വേർഡ്സിനാണ് നൽകിയിരിക്കുന്നത്. ബ്ലാഡറിനുള്ളിലാകുന്ന ഇരകൾ പതിയെ പതിയെ ചെടിയുടെ ആഹാരമായി മാറും. ഇര പിടിക്കുന്ന സസ്യങ്ങളുടെ അവസാനത്തെ തന്ത്രമാണ് ലോബ്സ്റ്റർ പോട്ട് ട്രാപ്സ്. ഇതും ജെൻലിസിയ എന്ന ഒരേ ഒരു സസ്യഗണം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇവ കൂടുതലും കരയിലാണ് കാണപ്പെടുന്നത്. ഇവയ്ക്ക് ശരിക്കും വേരുകളില്ല. അതിന് പകരം 2 തരം ഇലകളുണ്ട്. ഒന്നാമത്തെ തരം പുറത്തു കാണുന്ന സാധാരണ ഇലകളാണ്. രണ്ടാമത്തേത് അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അണ്ടർഗ്രൗണ്ടിലുള്ള ഇലകൾ വേരുകൾ പോലെ നല്ല നീണ്ടതായിരിക്കും. അത് വേരുകൾ പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. എന്നാൽ അതിനു പുറമെ ഈ വേരുകൾ ഇര പിടിക്കാൻ ഉപയോഗിക്കുന്ന ട്രാപ്സ് കൂടെയാണ്. കുഞ്ഞു സൂക്ഷ്മ ജീവികളെ മാത്രമാണ് ഇവയും പിടിക്കുന്നത്. ഈ നീളം കൂടിയ ട്യൂബ് പോലത്തെ വേരുകളിൽ ഉള്ളിലേക്ക് കയറാനുള്ള നിരവധി ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു രീതിയിലും അവയ്ക്ക് പുറത്തു കടക്കാനാകില്ല. അങ്ങനെ അവ ഉള്ളിൽ കുടുങ്ങുകയും ചെടിയുടെ ആഹാരമാവുകയും ചെയ്യും. ഇതിലേത് ചെടിയാണ് നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? ഇതിലേതെങ്കിലും സസ്യവർഗത്തെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.